കർത്താവിൽ പ്രിയരെ, ഇന്ന് ഒരു കർത്തൃദിവസമാണല്ലോ. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കളായ നാം എല്ലാവരും ഒരുങ്ങുന്ന ഈ സമയത്ത് വീണ്ടെടുപ്പുകാരനായ ബോവസിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. രൂത്തിന്റെ പുസ്തകവും 2-ാം അധ്യായം 1-ാം വാക്യമാണ് അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലേക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. പാപികളായ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയെ വ്യക്തമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സാദൃശ്യമാണ് വീണ്ടെടുപ്പുകാരനായ ബോവസും വീണ്ടെടുക്കപ്പെട്ട മോവാബ്യ സ്ത്രീയായ രൂത്തും. 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ വീണ്ടെടുപ്പ് അസാധ്യമെന്ന ധ്വനിയാണ് നാം കേൾക്കുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. ഇത് മനുഷ്യന്റെ പരിമിതികളെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഈ സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നു. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. വീണ്ടെടുപ്പ് എന്നത് തിരുവെഴുത്തിലെ ഒരു സുപ്രധാനമായ വിഷയമാണ്. ഇംഗ്ലീഷിൽ റിഡംഷൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് 3 ആശയങ്ങളാണുള്ളത്. ഒന്ന്, നഷ്ടമായതിനെ വില കൊടുത്ത് തിരികെ വാങ്ങുക, അടിമത്വത്തിൽ നിന്നും വിടുവിക്കുക, ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുക. പാപികളായ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഈ 3 ആശയങ്ങളും അർത്ഥവത്താണ്. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണാതെ പോയവരാണ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് തിരുവചനം പറയുന്നു. കാണാതെ പോയ ആട്, കാണാതെ പോയ ദ്രഹ്മ, അപ്പൻ്റെ ഭവനത്തിൽ നിന്നും വിദൂരതയിലേക്ക് പോയ മകൻ, ഇതെല്ലാം മനുഷ്യന്റെ നഷ്ടാവസ്ഥയെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, നാം പൈശാചിക ബന്ധനത്തിലും സാത്താന്യ അടിമത്തത്തിലും കഴിഞ്ഞവരായിരുന്നു. നമ്മെ വീണ്ടെടുക്കുക എന്നത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഒരു വീണ്ടെടുപ്പുകാരൻ്റെ യോഗ്യതയെല്ലാം തികഞ്ഞ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. രൂത്തിനെ വീണ്ടെടുക്കുവാൻ ആദ്യം ഒരാൾക്ക് അവസരം നൽകിയെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ ആയാൽ എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരുമെന്നതാണ് അദ്ദേഹം അതിന് തടസ്സം പറഞ്ഞത്. അപ്പോൾ ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടായിരിക്കേണ്ട 1-ാമത്തെ യോഗ്യത, വീണ്ടെടുക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറുള്ളവനായിരിക്കണം. വീണ്ടെടുപ്പുകാരൻ അതിന് മനസ്സുള്ളവനും വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുവാൻ കഴിവുള്ളവനുമായിരിക്കണം. ബോവസ് മഹാധനവാനും എലീമേലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ടവനുമായിരുന്നു. തൻ്റെ സ്വന്തം അവകാശം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും മോവാബ്യ സ്ത്രീയായ രൂത്തിനെ വീണ്ടെടുക്കുവാൻ ബോവസ് മനസ്സുള്ളവനായിരുന്നു. ബോവസ് രൂത്തിന് വേണ്ടി എല്ലാ കടമകളും നിർവഹിച്ചു കൊടുത്തു. 10-ാം തലമുറയിൽപ്പെട്ടവർക്ക് പോലും ദൈവസന്നിധിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട രൂത്തിന് ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതിനുള്ള ഏക കാരണം അവൾ മോവാബിൽ വെച്ച് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ തീരുമാനമെടുത്തിരുന്നു എന്നുള്ളതാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. ആ തീരുമാനത്തെ സ്വർഗം ആദരിച്ചു. അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി. ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിലെത്തിയെന്ന് മാത്രമല്ല, ബോവസ് അവളെ വീണ്ടെടുത്ത് ബോവസിന്റെ ഭാര്യാ പദവി നൽകി വീട്ടിലാക്കി. ബോവസ് വീണ്ടെടുപ്പിന്റെ അടയാളമായി തൻ്റെ പുതപ്പ് രൂത്തിന്റെ മേലിടുന്നു. പ്രിയരെ, നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നകന്നു പോയവരും സാത്താന്യ അടിമത്തത്തിൽ കഴിഞ്ഞവരുമായിരുന്നു. നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തനിക്കുള്ളതെല്ലാം ത്യജിച്ച് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദേശത്തിൽ മനുഷ്യനായി ദാസരൂപെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ബലിയായി നൽകി, തൻ്റെ രക്തം മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എത്രയോ ശ്രേഷ്ഠനാണ്. പ്രിയരെ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, സാത്താന്യ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ സ്വന്തമാക്കിയ
നമ്മുടെ കർത്താവിൻ്റെ ആ നിത്യഭവനത്തിൽ, സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശ നൽകി നമ്മെ അനുഗ്രഹിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നാം ഇന്നത്ര ഭാഗ്യവാന്മാരാണ്. ബോവസിൻ്റെ വയലിൽ ഭാഗ്യവശാൽ രൂത്ത് എത്തിച്ചേർന്നതുപോലെ നാം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിൻ്റെ വയലിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കർത്താവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് നമ്മെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് എത്രയും സന്തോഷത്തോടുകൂടെ നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം, കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട്, ഞങ്ങളെ അവിടുത്തെ സ്വന്തമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം. ഒരു വീണ്ടെടുപ്പുകാരൻ്റെ അഭാവം പഴയ നിയമ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതെന്ന് ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നത് ഒരു നാളും സാധ്യമല്ല എന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിക്കുന്നുണ്ടെന്നാൽ മനുഷ്യരാൽ അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമായതോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.